പുളി എന്താണെന്നറിയോ നമ്മുടെ കരളും ഹൃദയവും കോഴീൻ്റെ. ചെറുപ്പത്തിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്നതും അന്ന് വലുതായപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ചിക്കൻ പാർട്സ്. പക്ഷെ നമുക്ക് ഇവിടെ ചിക്കൻ പാർട്സ് കിട്ടില്ല, നമ്മളത് സെപ്പറേറ്റ് മേടിക്കണം. അങ്ങനെ ഞാൻ പോയിട്ട് സെപ്പറേറ്റ് മേടിച്ചു. പക്ഷേ ഇപ്പോഴും ഇതിൽ ഒരൈറ്റം മിസ്സിംഗ് ആണ്. അങ്ങനെ സംഭവം നല്ലപോലെ കഴുകി നമ്മളുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കണ്ടിട്ട് വേവിക്കാൻ വയ്ക്കുക. ഇതിൽ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ഇത്രയും മാത്രം വെച്ചാൽ മതി, ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാലും മതി. എന്നിട്ട് നമുക്കിത് കുക്കാവുന്ന നേരം കൊണ്ട് സവാളയൊക്കെ വഴറ്റാം. സവാള വഴറ്റുക, പിന്നെ സവാളയിൽ കുറച്ച് വേപ്പില എന്തായാലും മസ്റ്റായിട്ട് ഇടേണ്ട ഒരു സാധനമാണല്ലോ. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി. ഇത്രയും ഇളക്കി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഈ കുക്കർ തുറന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കാതെ പോലും അതിലുണ്ടായിരുന്ന വെള്ളം കണ്ടല്ലോ അല്ലേ. എന്നിട്ട് ഇത് നല്ലപോലെ ഡ്രൈ ആകുമ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ട് ആ ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റിച്ചു കൊടുക്കുക. നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ബാക്കിയുള്ള ഈ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാർട്സ് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇളക്കി കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ കുക്കിലിട്ട് കൊടുക്കുക. ഒട്ടും തീ കൂട്ടിയിടരുത്, സിമ്മിലിട്ടിട്ട്. പിന്നെ അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടച്ച് വെക്കാതെ കുറച്ച് ഓപ്പണായിട്ട് വേണം ഈ സംഭവം അടച്ച് വെക്കാൻ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ചിക്കൻ പാർട്സ് ഇഷ്ടമുള്ള ആൾക്കാർ വേഗം പോയി വാങ്ങിച്ചുണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.